ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3rd പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബി ആൻ എക്സ്പേർട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2 ഫങ്ഷൻസുകളാണ്. അതായത് CountIfS ഫംഗ്ഷനും അതുപോലെ തന്നെ SumIfS ഫംഗ്ഷനും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു സം ഫംഗ്ഷനും കൗണ്ട് ഫംഗ്ഷനും നമ്മൾ പഠിച്ചിരുന്നു, എണ്ണം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ തുക കാണുന്നതിനും വേണ്ടിയിട്ട്. ഓക്കെ, അത് ഞാൻ രണ്ടാമത്തെ പാർട്ടിലെത്തിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വലിച്ചു നീട്ടി. അതായത് ഒരു കണ്ടീഷനൊക്കെ അതിനകത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് സം ഫംഗ്ഷനും കൗണ്ട് ഫംഗ്ഷനും ഞാൻ കുറച്ചും കൂടി ഒന്ന് വലിച്ചു നീട്ടുകയുണ്ടായി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ 3rd പാർട്ടിലെത്തി. അപ്പോൾ ഈ 2 ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി വലിച്ചു നീട്ടുകയാണ്. അതായത് കുറേ അധികം കണ്ടീഷൻസ് നമുക്ക് ഈ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും CountIfS ഫംഗ്ഷനും അതുപോലെ തന്നെ SumIfS ഫംഗ്ഷനും 2 ഫംഗ്ഷൻസിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ നിബന്ധനകൾ കൊടുത്തുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻസുകൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ 2 ഫംഗ്ഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ 2 ഫംഗ്ഷൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു ഡമ്മി ഡാറ്റ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ അതുപോലത്തെ വേറെ ഏതെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുന്നത് വളരെ നന്നായിരിക്കും. അല്ലാതെ ഞാൻ പറയുന്നത് അതേപോലെ കോപ്പി അടിച്ച് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. ഓക്കെ, പിന്നെ ഫങ്ഷൻസ് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ബൈ ഹാർട്ടായിട്ട് പഠിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ ബി ആൻ എക്സ്പേർട്ടിൻ്റെ ഈ ക്ലാസ്, അത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ, ഓക്കെ, അത് എന്തെങ്കിലും ഒരു ഗുണം ഈ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ബി ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ CountIfS ഫംഗ്ഷനും SumIfS ഫംഗ്ഷനും നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കുക. കണ്ടോ, കൊറോണ വൈറസ് വാക്സിനേഷൻ ടീം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെ താഴെ നമുക്ക് 8 ആളുകളുടെ ഫോട്ടോസും കാണുന്നുണ്ട്. ഓക്കെ, കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്, വെറുതെ വെച്ചെന്നേ ഉള്ളൂ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് പിക്ചേഴ്സ് കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം രഞ്ജിത്ത്, അതായത് ഞാൻ. ഓക്കെ, എൻ്റെ കീഴിൽ 8 ആളുകളുണ്ട്. ഓക്കെ, അതായത് 8 ആളുകൾ അടങ്ങുന്ന ഒരു ടീം എനിക്കുണ്ട്. ഓക്കെ, ഞാൻ ഈ ടീമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് വാക്സിൻസ്, ഓക്കെ, കൊറോണ വാക്സിൻ, ആ മെഡിസിൻ നമ്മൾ കൊടുത്തു വിടും. എന്നിട്ട് ഓരോ റീജിയണിലേക്കാണ് ഇവരെ ഞാൻ തരം തിരിച്ച് വിടുന്നത്. അതായത് ഈസ്റ്റ് റീജിയനിലേക്ക് ഒരു 2 ആൾക്കാരെ, വെസ്റ്റിലേക്ക് കുറച്ച് ആൾക്കാരെ, നോർത്തിലേക്ക് കുറച്ച് ആൾക്കാർ, അതുപോലെ തന്നെ സൗത്തിൽ കുറച്ച് ആൾക്കാർ. ഓക്കെ, ആ ഒരു ഏരിയകളിലൊക്കെ എന്തുണ്ട്, ഇവർക്ക് വാക്സിനേഷൻ ക്യാമ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ നമുക്ക് SumIfSഉം CountIfSഉം വെച്ചിട്ട് നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഏറ്റവും ആദ്യത്തെ ആളുടെ ഈ സെല്ലിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ Alt AIL അടിച്ചു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എനിക്കൊരു കോളം കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റ് വേർഡാണ്. ഓക്കെ, ഞാൻ Alt AAW അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് പേജിലൊക്കെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക. ഒന്ന് നെയിമാണ്, ഇവരുടെ പേര്, അതുപോലെ തന്നെ ഇവർ ഏത് റീജിയണിലേക്കാണ് വിടുന്നത്. ഓക്കെ, സൗത്തിലേക്കാണോ നോർത്തിലേക്കാണോ എന്നാണ് ഉദ്ദേശിച്ചത്, റീജിയൺ. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ ഞാൻ എത്ര മെഡിസിൻസാണ് കൊടുത്തു വിടുന്നത്, എത്ര വാക്സിനാണ് ഞാൻ കൊടുത്തു വിടുന്നത്, നമ്പർ ഓഫ് വാക്സിൻ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, വാക്സിൻ ഓർ വാക്സിൻസ്. അടുത്തത്, ഇവർക്ക് ക്യാമ്പിനകത്ത് എന്തുണ്ടാവും, ചില എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അതായത് ഇവർക്ക് എന്താ പറയുക, ചായ കുടിക്കുകയോ അല്ലെങ്കിൽ വല്ല ജ്യൂസ് കുടിക്കുകയോ, ഓക്കെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ക്യാമ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചിലവ് വരാൻ സാധ്യതയുണ്ട്. അത് എത്രയോ വന്നതെന്നുള്ളതാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്, എക്സ്പെൻസ് അറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് മുഴുവൻ ടൈപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഇതിൽ ഏറ്റവും ആദ്യത്തെ ആളുടെ പേര് നമുക്ക് വിനോദ് എന്ന് കൊടുത്തു. അടുത്ത ആൾ നമുക്ക്
അക്ബർ എന്ന് കൊടുത്തു. അടുത്ത ആൾ നമുക്ക് സഹീർ എന്ന് കൊടുക്കാം. അടുത്ത നമുക്ക് സന്തോഷ് എന്ന് കൊടുക്കാം. അടുത്ത നമുക്ക് ലത്തീഫ് എന്ന് കൊടുത്തു. അടുത്ത നമുക്ക് സരിത എന്ന് കൊടുക്കാം. അടുത്ത നമുക്ക് സിന്ധു എന്ന് കൊടുത്തു. അടുത്ത നമുക്ക് നീതു എന്ന് കൊടുത്തു. ഓക്കെ, പേര് ടൈപ്പ് ചെയ്തു. ഇനി വിനോദിനെ നമ്മൾ വിടുന്നത് എങ്ങോട്ടാണ്? ഈസ്റ്റിലേക്ക്. ഓക്കെ, അതുപോലെ തന്നെ അക്ബറിനെ നമുക്ക് വെസ്റ്റ് റീജിയനിലേക്ക് വിടാം. അതുപോലെ തന്നെ സഹീർ എന്ന് പറയുന്ന ആളും ഈസ്റ്റ് റീജിയനാണ്. ഓക്കെ, അടുത്ത ആൾ നമുക്ക് വിടുന്ന നോർത്തിൽ, അടുത്തത് സൗത്ത്, അടുത്തത് ഈസ്റ്റ്, അടുത്തത് സൗത്ത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് വെസ്റ്റ്. ഓക്കെ, ഇനി ഇവരുടെ കയ്യിലൊക്കെ കൊടുത്ത് വിട്ടിരിക്കുന്ന വാക്സിൻസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 45, 65, 15, 25, 125, 45, 75, then 85. ഇനി ഇവർക്ക് ക്യാമ്പിനകത്ത് വന്നിട്ടുള്ള എക്സ്പെൻസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 450, അതുപോലെ തന്നെ 475, 500, 750, 900, 800, 500, then 150. ഓക്കെ, വെറുതെ കുറച്ച് ഡമ്മി ഡാറ്റകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡാണ്. ഇനി നമ്മളിതിനെ എക്സലിനകത്തേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈസ്റ്റ് റീജിയനിലേക്ക് ഒരു 50-ൽ താഴെ, ഈസ്റ്റ് റീജിയനിലേക്ക് 50-ൽ താഴെ വാക്സിനുമായിട്ട് പോയ എത്ര ആളുകളുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ റീജിയൻ ചെക്ക് ചെയ്യണം, അതായത് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ അങ്ങനെയുള്ളത്. നമ്മൾ പറയുന്ന ഈസ്റ്റ് അല്ലേ പറഞ്ഞത്, അപ്പോൾ ഈസ്റ്റ് റീജിയൻ നമുക്ക് ചെക്ക് ചെയ്യണം, ഈസ്റ്റ്. അതുപോലെ തന്നെ രണ്ടാമത്തത് കണ്ടീഷൻ എന്താണ്? 50-ൽ താഴെ വാക്സിൻസ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വാക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ചെക്കിങ് വരുന്നുണ്ട്. അപ്പോൾ 2 കണ്ടീഷൻ വന്നില്ലേ? ഓക്കെ, അപ്പോൾ 2 കണ്ടീഷൻ വരുമ്പോൾ നമുക്കിവിടെ കൗണ്ട് പോരാ, കൗണ്ട് ഇഫും പോരാ, കൗണ്ട് ഇഫ് എസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു? ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ കോപ്പി ചെയ്തു. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ, ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഹെഡിങ് ഇപ്പോൾ താഴെയല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ച്, അതായത് കുത്തനെയാണ് ഓരോ ആളുകളുടെ ഡീറ്റെയിൽസ് ഉള്ളത്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ട്രാൻസ്പോസ് ചെയ്യുകയാണ്. അതായത് മുഴുവൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് കോപ്പി ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്കിത് താഴെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്തു. ഇതവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, A10-ൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പേസ്റ്റ് സ്പെഷ്യലിനകത്ത് നമുക്ക് ട്രാൻസ്പോസ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ റെഡി ആയില്ലേ? നോക്കിയേ. ഇനി നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഓക്കെ, കുറച്ചൊന്ന് വലുതാക്കാം. ഓക്കെ, കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ALT+OCA ഒക്കെ അടിച്ചിട്ട് ഒന്ന് ഓട്ടോ ഫിറ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒന്ന് കുറച്ച് വലുപ്പമൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തത് ഹെഡിങ്ങുകൾ താഴെയാണ്. അത് എക്സലിനകത്തേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ട്രാൻസ്പോസ് ചെയ്തു. ഓക്കെ, അത് ഞാൻ ആദ്യം ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്പോസ് ചെയ്ത് കാണിച്ചത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം? എക്സലിനകത്ത് ട്രാൻസ്പോസ് മെത്തേഡിൽ തന്നെ പേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നോളും. ഓക്കെ, അതായത് ഹെഡിങ്ങുകളൊക്കെ ഇങ്ങനെ നീളത്തിൽ വന്നോളും. ഓക്കെ, എന്തായാലും ഇതേപോലെ നമ്മൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി നോക്കി ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ എക്സ്പെൻസ് അറ്റ് ക്യാമ്പ് എന്നൊക്കെ അടിക്കുമ്പോൾ കണ്ടോ, അവിടെ അറ്റ് എന്ന് പറയുന്ന ഒരു ചിഹ്നം ഉള്ളതുകൊണ്ട് അതൊരു ലിങ്കായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ലിങ്കായിട്ട് മാറും. അപ്പോൾ നമ്മൾ വല്ല വെബ്സൈറ്റിൻ്റെ അഡ്രസ്സോ ഇമെയിൽ അഡ്രസ്സോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എക്സലിനകത്ത് അതൊരു ലിങ്ക് പോലെ വരും. എങ്ങനെ നമ്മളത് ഒഴിവാക്കുന്നത്? ഒന്നുകിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റിമൂവ് ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അതും അല്ലെങ്കിൽ നമുക്ക് കീബോർഡിനകത്ത് ക്ലിയർ ഫോർമാറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ALT+EAF നമ്മൾ അമർത്തിയാൽ മതി. ALT+EAF. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ലിങ്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിത് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് റീജിയൻ. ഓക്കെ, റീജിയൻ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണ്?
ഇപ്പോൾ നമ്പർ ഓഫ് വാക്സിൻ എന്ന് കൊടുത്തു. അത് ഞാൻ കൊടുക്കുന്നത് <50 ആണ്, അതായത് 50-ൽ താഴെ. ഇനി നമുക്ക് റീജിയൺ ഇവിടെ വരണ്ടേ? റീജിയൺ ഇവിടെ നമുക്കൊരു ലിസ്റ്റ് പോലെ വരുത്തിയാലോ? അതല്ലേ നല്ലത്? ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം. അപ്പോൾ നമുക്കിവിടെ ഡാറ്റയിൽ ഏതെടുക്കാം? ഡാറ്റ വാലിഡേഷൻ. വീണ്ടും ഡാറ്റ വാലിഡേഷൻ എടുക്കുക, സെറ്റിങ്സ് എടുക്കുക. എനി വാല്യൂ എന്നുള്ളതിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? മാറ്റിയിട്ട് ലിസ്റ്റ് എന്നാക്കുക, ലിസ്റ്റ് എന്നാക്കുക. എന്നിട്ട് സോഴ്സ് എന്നുള്ള അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് ഈസ്റ്റ് കോമ, ഓക്കെ, തന്നെ വെസ്റ്റ് കോമ, അതുപോലെ തന്നെ അടുത്തത് ഏതാണ്? നോർത്ത് കോമ സൗത്ത് എന്നിങ്ങനെ കോമ ഇട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. തന്നെ ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ വരും. ഇതാ ഇവിടെ ഒരു ലിസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ വന്നോളൂ, കണ്ടോ? അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു പ്രയാസം നമുക്കില്ല. അപ്പോൾ നമുക്കിവിടെ ഈസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അപ്പോൾ നമ്പർ ഓഫ് ടീം മെമ്പേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു റീജിയനിലേക്ക് നമുക്ക് എത്ര ആളുകളാണ് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് റീജിയൻ ഉണ്ട് ഈസ്റ്റ്, പിന്നെ നമ്പർ ഓഫ് വാക്സിൻ വരുന്നത് 50-ൽ താഴെ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കാണിച്ചു തരാം. = ഏത് കൊടുക്കാം? CountIfS, അതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. CountIfS എടുക്കുക, ദെൻ ബ്രാക്കറ്റ് തുറക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ റീജിയൻ എവിടെ എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അതായത് B11 മുതൽ B18 വരെയാണ് നമ്മൾ റീജിയൻ ഡീറ്റെയിൽസ് ഉള്ളത്. ഓക്കെ, ആ റേഞ്ച് ഉള്ളത്. ഓക്കെ, ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. B11 മുതൽ ഏതുവരെയാണ്? B18 വരെ. ദെൻ കോമ അടിക്കുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട റീജിയൻ എവിടെ എഴുതിയിരിക്കുന്നത്? ഇതാ ഇവിടെ അല്ലേ? ഏതാണ് സെല്ല്? G11 അല്ലേ? അപ്പോൾ G11 എന്ന് കൊടുക്കാം. ദെൻ കോമ അടിക്കുക. അടുത്ത നമ്മൾ നോക്കേണ്ടത് വാക്സിൻ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? വാക്സിൻ എവിടെ എഴുതിയിരിക്കുന്നത്? C11 മുതൽ C18 വരെ. അപ്പോൾ അത് കൊടുക്കുക. C11 to C18. ഓക്കെ, ദെൻ കോമ അടിക്കുക. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യേണ്ട വാക്സിൻ്റെ ആ ഒരു കണ്ടീഷൻ എവിടെ എഴുതിയിരിക്കുന്നത്? ഇവിടെയല്ലേ? <50. ഓക്കെ, അതെവിടെ എഴുതിയിരിക്കുന്നത്? G12. G12 എന്ന് കൊടുക്കാം. G12 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നടത്തി തരാം. ഓക്കെ, അതായത് ഏറ്റവും ആദ്യം നമ്മൾ എഴുതുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയൻ്റെ ആ ഒരു റേഞ്ച് എഴുതുക. അതിനുശേഷം റീജിയൻ എവിടെയാണ്, അതായത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട റീജിയൻ എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് കൊടുക്കുക, കോമ അടിക്കുക. ഓക്കെ, അപ്പോൾ അതെന്തായി? അതൊരു കണ്ടീഷനായില്ലേ, ഒരു നിബന്ധനയായില്ലേ? ഓക്കെ, അതായത് റീജിയൻ ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ചെക്ക് ചെയ്യേണ്ട എന്താണ്? <50 എവിടെ ചെക്ക് ചെയ്യണം? വാക്സിൻ്റെ ഡീറ്റെയിൽസിനകത്ത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ കണ്ടീഷൻ. വേണമെങ്കിൽ നമുക്ക് കോമ ഇട്ടിട്ട് ഇനിയും കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ദെൻ എൻ്റർ അടിക്കുക. ഓക്കെ, എത്ര വന്ന് നോക്കാം? 3 എന്ന് വന്നിട്ടുണ്ട്. ഈസ്റ്റിൽ <50 3 ഓക്കെ, ശരിയാണോ നോക്കിക്കേ? <50 വരുന്നത് എവിടെയാണ്? ഇവിടെ വിനോദ് എന്ന് പറയുന്ന ആൾ അല്ലേ, ഒരാളായില്ലേ? ഓക്കെ, പിന്നെ ഈസ്റ്റിൽ വരുന്നത് ഇതാ സഹീർ. ഓക്കെ, 2. ഓക്കെ, പിന്നെ ഈസ്റ്റിൽ വരുന്നത് 45 സരിത. കണ്ടോ, 3 ആളായി. ശരിയല്ലേ? 3 എന്ന് വന്നു. നമുക്കൊന്ന് മാറ്റി വയ്ക്കുമല്ലോ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ വിനോദിൻ്റെ 45 എന്നുള്ളത് ഞാനൊരു 95 ആക്കി. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റിസൾട്ട് കണ്ടില്ലേ? 2 എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ? ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതിയത് സൂത്രവാക്യം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു എക്സ്പെൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ടോട്ടൽ എക്സ്പെൻസ്. ഓക്കെ, റീജിയൺ ഇത് തന്നെയാണ്. അതായത് ഈസ്റ്റ് റീജിയണിൽ നമുക്ക് 50-ൽ താഴെ വാക്സിൻ കൊണ്ടുപോയിട്ടുള്ള ആളുകൾ അവരുടെ ക്യാമ്പിനകത്ത് എത്രമാത്രം എക്സ്പെൻസ് അവർ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ = SumIfS എന്ന് കൊടുക്കുക. SumIfS. അതിനുശേഷം നമുക്ക് ഏതാണ് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് എവിടെ എഴുതിയിരിക്കുന്നത്? ഇവിടെയല്ലേ? ഏത് മുതൽ? D11 മുതൽ D18 വരെ. ദെൻ കോമ അടിക്കുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ CountIfSൽ എഴുതി അതേപോലെ അങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ഓക്കെ, SumIfSഉം CountIfSനകത്തും ആ തുടക്കത്തിലുള്ള ഒരു കാര്യം ഇവിടെ എക്സ്ട്രാ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് എവിടെ എഴുതിയിരിക്കുന്നതെന്ന് മാത്രമേ എഴുതിയാൽ മതി. ബാക്കിയൊക്കെ CountIfSലുള്ള പോലെ തന്നെയാണ്. ഓക്കെ, കോമ അടിക്കുക. അതിനുശേഷം നമ്മൾ എന്താ കൊടുത്തിരുന്നത്? റീജിയൺ എവിടെ എഴുതിയെന്ന് വെച്ചാൽ കൊടുക്കുക.
ഞാൻ സെലക്ട് ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്താലും മതി. ഇവിടെ വന്നോളും B11 മുതൽ B18 വരെ കോമ അടിക്കുക. അതിനുശേഷം നമുക്ക് റീജിയൻ എവിടെയുള്ളത്, ഇവിടെ ഈസ്റ്റ് അല്ലേ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, കോമ അടിക്കുക. അതിനുശേഷം വാക്സിൻ എവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ കോമ അടിക്കുക. വാക്സിൻ്റെ കണ്ടീഷൻ ഇത് അവിടെയുണ്ട്, അതും ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിച്ച് നോക്കിയേ, കണ്ടോ 1300 എന്ന് കിട്ടി. ഓക്കെ, അതായത് ഈസ്റ്റ് റീജിയണിൽ 50-ൽ താഴെ വാക്സിൻ കൊണ്ടുപോയിട്ടുള്ള ക്യാമ്പുകളിൽ ടോട്ടൽ വന്നിരിക്കുന്ന എക്സ്പെൻസ് എത്രയാണ്? 1300 രൂപയാണ്. ശരിയല്ലേ? ഏതാ വരെ നമുക്കതിനകത്ത്? സഹീറിൻ്റെ 500 രൂപയും അതുപോലെ തന്നെ സരിതയുടെ 800 രൂപയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് റീജിയനൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഈസ്റ്റ് മാറ്റിയിട്ട് ഞാൻ വെസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ആരും ഇല്ല അല്ലേ? ഓക്കെ, നോർത്ത് ആക്കി നോക്കാം. നോർത്തിനകത്ത് ഒരു മെമ്പറാണ് പോയിട്ടുള്ളത്. അവർ ടോട്ടൽ എക്സ്പെൻസ് വരുത്തിയിരിക്കുന്നത് 750 രൂപയാണ്. അവർ 50-ൽ താഴെ വാക്സിൻ കൊണ്ടുപോയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ 50 ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തും കൊണ്ട് എണ്ണം കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ നമുക്ക് തുക കണ്ടുപിടിക്കുകയുമാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഈ ലിസ്റ്റ് ഇവിടെ അങ്ങനെ വരുത്തിയിരിക്കുന്ന കാര്യം അതും നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ @റൈറ്റ് ചിഹ്നമൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ലിങ്ക് വരുമ്പോൾ Alt EAF ഉപയോഗിച്ചിട്ട് ആ ലിങ്ക് ഒഴിവാക്കുന്നതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ CountIfSഉം SumIfSഉം സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, അപ്പോൾ CountIfSഉം SumIfSഉം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതേപോലെയുള്ള വേറെ ഏതെങ്കിലും ഒരു ഡമ്മി ഡാറ്റകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സെക്ടറിലോ നിങ്ങളുടെ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഡാറ്റ കിട്ടും. ഇതേപോലെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വെച്ചും കൊണ്ട് നിങ്ങൾക്ക് കൗണ്ട് കാണുകയും അതുപോലെ തന്നെ തുക കാണുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ബി ആൻ എക്സ്പേർട്ടിൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫംഗ്ഷനുമായിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പുതിയൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.